ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ നമ്മുടെ ഡേ 3 ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഹെയർ കെയർ ചലഞ്ച് വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കാണുക. ഞാൻ ഒന്നില്ലെങ്കിൽ ആ വീഡിയോസ് എല്ലാം ഞാൻ ഒന്ന് ഐകാർഡിലിടാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് വരിക. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത 2 വീഡിയോയും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഹെയർ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് നമ്മുടെ അലോവേര ജെല്ല്. നിങ്ങൾക്ക് നാച്ചുറൽ അലോവേര കിട്ടുന്നെങ്കിൽ അതായാലും മതി. പക്ഷേ ഇത് വെച്ചുണ്ടാക്കുമ്പോൾ ഈ നമ്മൾ ഇത്തരം അലോവേര ജെല്ല് വെച്ചുണ്ടാക്കുമ്പോഴായിരിക്കും നമുക്കതൊരു ക്രീമി ടെക്സ്ചറിലോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതെടുത്തത്. പിന്നെ അതൊരു നല്ലൊരു ക്രീം പോലെ ഇരിക്കണമെങ്കിൽ ഇതാണ് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലായിട്ടും നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ല് മറ്റേ വീട്ടിലുള്ള ഉണ്ടായി വരുന്ന ആ അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് മാത്രം എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഓയിൽ. ഞാനിവിടെ എടുക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ പാരച്യൂട്ടിൻ്റെ ഓയിലാണ്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഇത് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഈ ടാബ്ലറ്റും കൂടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3 സംഭവങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഹെയർ ക്രീം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഹെയർ ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. പക്ഷേ അതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർഷൻ മെത്തേഡാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് ഏതെങ്കിലും ഹെയർ കെയർ ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻവേർഷൻ മെത്തേഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല കുനിച്ച് നിന്നിട്ട് മസാജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു കട്ടിലയിലോ അല്ലെങ്കിൽ കസേരയിലോ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ തല ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം, അല്ലെങ്കിൽ തല കുനിച്ച് നിർത്തിയിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ ക്രീം ഉപയോഗിക്കാം. ഈ ഒരു ഹെയർ ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അലോവേര ജെല്ല്, അതുപോലെ തന്നെ ഓയിലും പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ ഇത് 3ൻ്റെ കൂടെ ഒരു മിക്സ്ചറാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഈ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഈ തലയിലോട്ട് കൂടാനും അതുവഴി ഹെയർ ഗ്രോത്ത് കൂടാനുമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണലായിട്ട് ഞാൻ എപ്പോഴാണെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇനി അത് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാകും. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട്. ഇത് കാണാനും സിമ്പിളാണ്, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ലും സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു സ്മെല്ലുമാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്കിനി ഒട്ടും വയ്ക്കണം, നമുക്ക് പ്രിപ്പറേഷനിലോട്ട്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണമാണ്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ച് വയ്ക്കാൻ പോവാണ്. ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്തുള്ള ഒരു ജെല്ല് പോലത്തെ സംഭവം എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലോവേര ജെല്ലാണ്. ഇവിടെ ഞാൻ 1 സ്പൂണാണ് എടുക്കുന്നത്. എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് എനിക്ക് ഒരുപാട് ഹെയറൊന്നും ഇല്ലാത്തത് കാരണം ഞാനിവിടെ 1 സ്പൂൺ ഒന്നിനെ ഇച്ചിരി കൂടെ കൂടുതൽ അത്രേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് എത്രയാണോ അല്ലെങ്കിൽ നമുക്ക് എന്തോരാണോ ആവശ്യമുള്ളത് അത്രയും മാത്രം എടുത്താൽ മതി. അപ്പോൾ അലോവേര ജെൽ എത്ര ആണ് എടുക്കുന്നത് അത്രയും മാത്രം നമ്മുടെ ഈ ഒരു കോക്കനട്ട് ഓയിലും കൂടി എടുക്കാം. ഞാനിവിടെ 1 സ്പൂണാണ് എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു വൈറ്റ് ക്രീമായിട്ട് മാറും. അപ്പോൾ ഇതൊരു വൈറ്റ് ക്രീം പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഞാനിപ്പോൾ സ്പൂൺ വെച്ചാണ് ഇതിപ്പോൾ ചെയ്തത്. സ്പൂൺ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ച് നേരം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുമാണ്. പക്ഷെ നമ്മൾ കൈ വെച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊരു വൈറ്റ് കളറിലോട്ട് മാറും. വൈറ്റ് നല്ല ക്രീം പോലെ ആകുകയും ചെയ്യും. നമ്മുടെ ഈ നമ്മൾ ഹെയർ ക്രീമൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻവേർഷൻ മെത്തേഡിൽ വഴിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ ഇതേ നമ്മുടെ ക്രീം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇൻവേർഷൻ മെത്തേഡ് വഴി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ തല കുനിച്ച് പിടിച്ചിട്ട് നമ്മുടെ ആദ്യം ഈ നെറുകന്തലയിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് തല നന്നായിട്ട് കുനിച്ച് കൊടുത്ത് ഇത് തലയ്ക്ക് എന്തെങ്കിലും ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ തല കുനിച്ച് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ പിന്നെ ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം നമ്മുടെ തലയിലോട്ട് ഒരുപാട് ബ്ലഡ് ഫ്ലോ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ പിന്നീട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്നെപ്പോലെ മടിയന്മാരായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. മസാജ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു സംഭവം. എന്നെപ്പോലെ മടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇതുപോലത്തെ സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് വെറും 75 രൂപയുള്ളൂ ഈ ഒരു സംഭവത്തിന്. ഞാനൊരു കൗതുകം തോന്നിയപ്പോഴത്തേക്കും മേടിച്ചതാണ്. പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ തലയിലോട്ട് വെക്കുമ്പോഴേ നമുക്ക് നല്ലൊരു സുഖമാണ് ഈ ഒരു സംഭവം വെക്കുമ്പോൾ. നമ്മൾ ഈ കൈ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും. ഞാനിത് വാങ്ങിച്ചത് കോട്ടയത്തെ മാർക്കറ്റിൽ നിന്ന് 25 രൂപയുള്ളൂ ഈ ഒരു സംഭവത്തിന്. ഇത് ഓൺലൈനായിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കിട്ടുമെന്ന് ഇത് ഓൺലൈനായിട്ട് മേടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും ഇത് വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്. തല കുനിച്ച് നിന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം, അല്ലാതെ വെറുതെ മസാജ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മസാജ് നിങ്ങളെല്ലാവരും ഡെയിലി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ 3 നമ്മൾ ഈ ഒരു മസാജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡേ 4 മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും